വരിക്കച്ചക്ക ഒരു പാണ്ട കെട്ടിയിട്ടുണ്ട്. അപ്പോൾ മക്കൾ വരുമ്പോഴത്തേക്ക് അത് ഒരിക്കലും നമ്മളൊരു വരിക്കച്ചക്ക കഴിച്ചിട്ടുമില്ല. ഇപ്പോൾ പിന്നെ ഒരു മൂടക്കടമ്പാക്കിയിട്ട് ഒന്ന് കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ മക്കൾ വരുമ്പോൾ ഒന്ന് റെഡിയാക്കി വെക്കട്ടെ. ഓക്കെ. അപ്പം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ശർക്കര വേണം. ഞാനൊരു 5-6 പീസ് എടുത്തിട്ട് 4-5 പീസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഉരുക്കിയെടുക്കാം. അല്ലെങ്കിൽ ഇതിൽ കല്ലുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഉരുക്കി എടുത്തിട്ട് വരാം. തേങ്ങ ചിരകിയതാണ്, ഇതൊന്ന് മുറിച്ചിട്ടതാണ്. അപ്പോൾ ഇത് ലേശം പിന്നെ നെയ്യിൽ നമുക്ക് വാട്ടിയെടുത്തിട്ട് ഇത് ചിരകിയതും. അപ്പോൾ ഒരു കഷ്ണം കടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു കറുമുറി ആകാൻ വേണ്ടിയിട്ട് ഒന്ന് നമ്മൾ റെഡിയാക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ചക്ക ഒന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിക്കുന്നുണ്ട്. ഹാഫ് എടുക്കുന്നുള്ളൂ, ഒരുപാടൊന്നും കിട്ടിയിട്ടില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ കുറച്ചെടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് വഴട്ടാൻ വേണ്ടിയിട്ട്, അതായത് ഇതുപോലെ നമുക്ക് കടിക്കുമ്പോൾ ചക്കയപ്പം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണമായിട്ട് ചക്കയപ്പം ആവുന്ന സമയത്ത് കടിക്കാൻ വേണ്ടി കിട്ടണമല്ലോ, അതുകൊണ്ട് ഹാഫ് മാത്രം എടുത്തിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് അരക്കുന്നുണ്ട്. ബാക്കി നമ്മൾ അങ്ങനെ തന്നെ വെക്കുന്നുണ്ട്. അപ്പം നമുക്ക് ബാക്കി കാണാം. അപ്പം നമ്മൾ ഇത് തേങ്ങാക്കൊത്ത് വറുത്തെടുത്തിട്ടുണ്ട് നെയ്യിൽ. അത് നമ്മൾ അരിപ്പൊടി കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ ഒഴിക്കുന്നു. അപ്പോൾ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആവശ്യത്തിന് അരിപ്പൊടി എടുത്ത് വെക്കുക. വറുത്ത അരിപ്പൊടിയാണ് ഇനി വേണ്ടത്. ആവശ്യത്തിന് വറുത്ത അരിപ്പൊടി എടുത്ത് വെക്കുക. അതിലേക്ക് നമ്മൾ തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തെടുത്തതാണ്, അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് തേങ്ങ, ഒരു മുറീൻ്റെ ഒരു ഹാഫ് എടുത്തിട്ടുണ്ട്, ഹാഫില്ല അത്ര എടുത്തിട്ടുണ്ടാവും, ഒരു പിടി തേങ്ങ, അത് ചിരവിധിയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കണം. അതിൻ്റെ കൂടെ നമ്മൾ ചക്ക നേരത്തെ മിക്സിയിൽ കുറച്ച് അരക്കുന്ന സമയത്ത് തേങ്ങയും കൂട്ടിയിട്ടാണ് അരച്ചത്. കുറച്ച് ചക്ക ജസ്റ്റ് ഒന്ന് ഒതുക്കിയിട്ടുണ്ട്, ഒന്ന് നമുക്ക് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട്. അതും കൂടി നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെല്ലം നമ്മൾ ഉരുക്കിയെടുത്തിട്ടുണ്ട്, അത് ചൂടോട് കൂടിയിട്ട് നമുക്ക് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം, മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചൂടോട് കൂടി തന്നെ ഒഴിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക വെല്ലം കട്ട പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് അത് ഒഴിച്ചു കൊടുത്തിട്ട്, കുറച്ചുകൂടി വലിയ അരിപ്പയുണ്ടെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. ഇവിടെ ചെറുതായതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്, എന്നാലും ചൂടോടെ കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം നമ്മളിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചക്കയും കൂടി ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ഇത് ഇടണം. കുറച്ചിട്ടാൽ മതി, ഒരുപാട് ഇടണ്ട, അതിട്ടാൽ മതി. അത്ര പോലെ ഒരു സ്പൂണ് മതിയാവും. ഒരു സ്പൂണ് ഏലക്കപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചൂടോടുകൂടി വേണം വെല്ലം ഉരുക്കിയത് ഇടാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിച്ച് പോകും. അപ്പോൾ അതിലേക്ക് നമ്മൾ ചക്ക മിക്സിയിലിട്ട് അരച്ചതും തേങ്ങയും തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തതും അതുപോലെ തന്നെ ഏലക്കപ്പൊടി ഇട്ടിട്ട് അതുപോലെ വെല്ലം ഉരുക്കിയതിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ആവശ്യമായിട്ട് വെള്ളം വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വെള്ളം എടുത്ത് ഒഴിക്കാം കേട്ടോ. കുറേ തിക്നെസ് ആണെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. വല്ലാണ്ട് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അരിപ്പൊടി മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അപ്പം നമുക്ക് ഈ മധുരം ഒന്ന് പാകാവാൻ വേണ്ടിയിട്ട് മാത്രം ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. മധുരം ജസ്റ്റ് ഒന്ന് പാകാവാൻ വേണ്ടി മാത്രം ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. അപ്പം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഈ ഒരു തിക്നെസ് മതിയാവും അല്ലേ മേ? ഈ ഒരു തിക്നെസ് പോരെ? അപ്പോൾ ഒന്നുകൂടി ഞാനിതിൻ്റെ റെസിപ്പി എന്തൊക്കെ ഇതിൽ ആവശ്യമായിട്ടുള്ളത് പറയാം. വറുത്ത അരിപ്പൊടി വേണം, അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് മധുരത്തിന് ആവശ്യത്തിന് വെല്ലം ഉരുക്കി ഒഴിക്കണം. പിന്നെ നമ്മൾ നെയ്യിൽ വറുത്തെടുത്ത തേങ്ങാക്കൊത്ത് കൂടി ഇതിൽ മിക്സ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ നല്ല വരിക്ക ചക്ക ഉണ്ടെങ്കിൽ, പഴഞ്ചക്കയായാലും കുഴപ്പമൊന്നുമില്ല, മിക്സിയിലിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സിയിൽ അരച്ചെടുത്താൽ മതി. വരിക്ക ചക്കയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് തേങ്ങയും കൂടി മിക്സ് ചെയ്തിട്ടാണ് മിക്സിയിലിട്ട് അരച്ചിട്ടുള്ളത്. അപ്പം കുറച്ച് ഏലക്കപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതാ ഈ ഒരു പരുവം, ഈ ഒരു തിക്നെസ് മതിയാവും. നമുക്കിങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഈ ഒരു തിക്നെസ് മതിയാവും. അപ്പം നമ്മൾ ചക്കക്ക് ഓൾറെഡി നല്ല മധുരം ഉണ്ടെങ്കിൽ ഇത്രയും വെല്ലം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ എടുത്തത്, നമ്മളിപ്പോൾ എടുത്ത ചക്കക്ക് മധുരം കുറവാണ്, അതുകൊണ്ടാണ് കുറച്ചുകൂടി വെല്ലം ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് ആവശ്യത്തിലുള്ള മധുരമുണ്ട്, ടേസ്റ്റ് നോക്കി ആവശ്യത്തിലുള്ള മധുരമുണ്ട്. അപ്പം നമുക്കിത് ഒരു ഇലയിൽ വെച്ചിട്ട് മടക്കിയെടുക്കാം. മടക്കിയെടുത്ത് നമുക്ക് ആവിക്കെടുത്ത് വെക്കാം. പഴയൻ്റെ കെട്ടാൻ വേണ്ടിയിട്ടല്ലേ. നമ്മളിത് തലേ ദിവസം പിന്നെ
അടയാക്കിയിട്ടുണ്ടായിരുന്നു, ഇലയുടെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ദൂരം പോയിട്ടാണ് നമുക്ക് ഈ ഇല കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. കുറച്ച് കഷ്ടപ്പെട്ടിന് ഈ ഇലക്ക് വേണ്ടിയിട്ട്. ഇതാണ് ശരിക്കും നമ്മൾ ഇലയുടെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഇലയാണ് നമ്മൾ യൂസ് ചെയ്യാം. നമ്മുടെ അടുത്ത് ഇതില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പണ്ടൊക്കെ എന്ന് വെച്ചാൽ കഴിഞ്ഞ കൊല്ലം വരെ നമ്മൾ ഉപ്പിലെ ചപ്പാണ് ഉപയോഗിച്ചിരുന്നത് കേട്ടോ. എല്ലായിടത്തും ഇത് ഉണ്ടാവണമെന്നില്ല. ഇത് സ്പെഷ്യലായിട്ട് അട ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇലയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ചക്കയപ്പം നമുക്ക് ഇതിലേക്ക് ആക്കിയേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പരത്താൻ പോവാണ്. ഇലയിലേക്ക് നമുക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും കേട്ടോ. നെയ്യ് കുറച്ച് തടവി കൊടുക്കുക മുകളിൽ. എന്നിട്ട് അത് നന്നായിട്ട് ഉരുട്ടിയിട്ട് അതിൻ്റെ അകത്തേക്ക് എടുത്ത് വെച്ച് കൊടുക്കുക. അച്ഛനും അരൂട്ടനും ഇന്ന് സ്കൂളുണ്ട് കേട്ടോ. അപ്പോൾ 2 ദിവസമായിട്ട് മഴയൊക്കെ ആയതുകൊണ്ട് കറണ്ട് ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പോൾ 2 ദിവസം അവർക്ക് അവധിയായിരുന്നു. കറണ്ടിൻ്റെ പ്രശ്നം, അതുപോലെ തന്നെ ക്ലൈമറ്റ്, അതായത് കാലാവസ്ഥ ഭയങ്കര മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ 2 ദിവസം അച്ഛനും അരൂട്ടനും സ്കൂൾ ഉണ്ടായിട്ടില്ല. അതിന് പകരമായിട്ട് ഇന്ന് സ്കൂൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സാറ്റർഡേ അല്ലേ, അപ്പോൾ നാളെ സൺഡേ ആണ്. ഇന്ന് 2 ദിവസം സ്കൂളില്ലാത്തത് കൊണ്ട് തന്നെ ഇന്ന് പോകാൻ ചെറിയൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ സൺഡേ അല്ലേ, അപ്പോൾ നാളെ ലീവാണെന്നൊക്കെ പറഞ്ഞിട്ട് കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ മടിയൊക്കെ പിടിക്കാണ്ട് പോയിട്ടുണ്ട്, നാളെ ലീവാന്നുള്ള സന്തോഷത്തിൽ. അപ്പോൾ വരുമ്പോഴത്തേക്കും കഴിക്കുമോയെന്നറിയില്ല. അവർ ഫസ്റ്റ് ടൈമാണ് ഇത് ഉണ്ടാക്കി കൊടുക്കുന്നത്. കഴിക്കുമോയെന്നറിയില്ല, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചു. അമ്മ കെട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ വാഴനാരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ കെട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. അതിങ്ങനെ മടക്കുമ്പോൾ തന്നെ ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ ഇതെന്തായാലും അഴിഞ്ഞു വരുമൊന്നുമില്ല. അപ്പോൾ അതാ ഒരു ഇലയുടെ അല്ല, ഒരു ചക്കയപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ആവിക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് അരൂട്ടൻ്റെ സ്കൂൾ ബസ് വന്നിട്ടുണ്ട് കേട്ടോ. അരൂട്ടാ, ഇന്ന് എന്തുണ്ട് സ്കൂളിൽ പോയിട്ട്? സൂപ്പറാ? വാ കുളിക്കാം. എന്തെയാ ക്ലാപ്പ് ചെയ്തിനാ? ഓ വെരി ഗുഡ്. നല്ല മണം എന്ന് പറഞ്ഞത് അടുക്കളയിലേക്ക് ഓടിയിട്ടുണ്ട് കേട്ടോ. വായോ കുളിക്കാൻ വാ. സൂപ്പർ മണ. നമുക്ക് കുളിച്ചിട്ട് കഴിക്കാം അല്ല? എന്നാല് അമ്മ എന്നാ പരിപാടി? അമ്മയല്ലേ പറഞ്ഞ കിട്ടുന്നില്ല. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് ഇതുപോലെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് അമ്മ. അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് ആവിക്ക് വെച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഓക്കെ. അപ്പോൾ ഇതാ നമ്മൾ ആവിക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ആയിട്ടാകുമ്പോൾ കാണാം. ഓക്കെ. അപ്പോൾ ഇതാ രണ്ടാളും കുളിയൊക്കെ കഴിഞ്ഞതാ കളിക്കാൻ ഇറങ്ങിയിട്ടുള്ളത്. ഇനി കുറച്ച് സമയം ഇവരെ കളിയാണ്. അമ്മ കഴിഞ്ഞ ദിവസം പോയിട്ട് മാവേലി സ്റ്റോറിൽ നിന്ന് വാങ്ങിയ പറങ്കിയാണ്. അപ്പോൾ ഇന്ന് നല്ല വെയിൽ കണ്ടതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇത് വെയിലത്തിടാന്ന് വെച്ചു. അപ്പോൾ നമ്മളെ ചക്കയപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. അച്ചൂട്ടനും അരൂട്ടനും കുറേ സമയം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇന്ന് വന്നിട്ടൊന്നും കഴിച്ചില്ല. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് ടൈമാണ് കേട്ടോ കഴിക്കുന്നത്. എനിക്ക് തോന്നുന്നു സ്കൂളൊക്കെ വിട്ട് വന്നതുകൊണ്ടായിരിക്കാം രണ്ടാൾക്കും ഇഷ്ടമായിരുന്നു. എന്നിട്ട് ഒരെണ്ണം കഴിച്ചു കേട്ടോ. ഫുള്ളായിട്ട് കഴിച്ചു. അത് തന്നെ ഒരു സന്തോഷമായി. കാരണം പുറത്തുനിന്ന് വാങ്ങുന്ന ഫുഡിനേക്കാളും ഒരു വിഷമയൊന്നും ഇല്ലാത്ത നമ്മൾ തന്നെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി ആവിക്ക് വെച്ചിട്ടുള്ള ഫുഡല്ലേ ഇത്. അപ്പം മക്കൾ കഴിക്കുന്നുണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇവർ കഴിക്കൽ കുറവാണ് കേട്ടോ. അട ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ 2 ദിവസം, അതായത് തലേ ദിവസം ഞാൻ ഇലയട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇത് ഒരെണ്ണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ഞങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. പാകത്തിന് വന്നിട്ടുണ്ട്. ആവശ്യത്തിന് തന്നെ മധുരമുള്ളൂ, ഒരുപാട് മധുരമൊന്നുമില്ല. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടാനും മറക്കരുത്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ടാറ്റാ ബൈ.